അമൃത. ആ എവിടെയാ? ഞാനിവിടെ വീട്ടില്. എന്തെടുക്കുവാ? ഞാനിങ്ങനെ ഒരു കവിത എഴുതുമായിരുന്നു. കവിതയൊക്കെ എഴുതുവോ? ഞാൻ ചെറുതായിട്ടൊരു മൂഡ് വരുമ്പോൾ മനസ്സിൻ്റെ ചില വിഹുലതകൾ ഇങ്ങനെ പേപ്പറിൽ എഴുതി വെക്കുന്നത് മാത്രം. അതിനെ ചില ആൾക്കാർ കവിത എന്നൊക്കെ വിളിക്കുന്നു. അത്രേ ഉള്ളൂ. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു സ്ഥലം വരെ ഒന്ന് വരുമോ? എവിടെന്ന് വെച്ചാൽ അമൃത പറഞ്ഞോളൂ, ഞാൻ വരാം. അല്ല, കാര്യം എന്തായിരുന്നു? പറഞ്ഞോളൂ. അതിപ്പോ ഞാൻ എങ്ങനെ പറയാന്ന് ആലോചിക്കുന്നേ. മനസ്സ് തുറന്ന് പറഞ്ഞോളൂ. വേറെ ആരും ഇപ്പൊ അറിയരുത്. അതെന്താണ് അമൃത ഒരുമാതിരി അന്യരെ പോലെ വർത്താനം പറയുന്നത്? ഒരാളോട് പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോയി പറയാൻ നിൽക്കുമോ? ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ച എൻ്റെ ചേട്ടനെയാണ്. കാര്യം നിങ്ങൾ കൂട്ടുകാരാണെങ്കിലും ആളുടെ ഒരു സ്വഭാവം അറിയാമല്ലോ, വെട്ടൊന്ന് തുണ്ടണ്ടെന്നാ. അതാ എനിക്കൊരു പേടി. അമൃത, എനിക്ക് അവനെ അറിയാവുന്നതല്ലേ. അവനിപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. തേങ്ങ. അതെ, എൻ്റെ കോളേജിലെടുത്ത് എൻ്റെ പിന്നാലെ ഭയങ്കര ശല്യം. അങ്കിളൊന്ന് വന്ന് സംസാരിക്കോ? അങ്കിൾ എങ്ങാനും ആണെങ്കിൽ അതതിൻ്റെ രീതിയിൽ അങ്ങ് സംസാരിക്കും. ഏട്ടനാണെങ്കിൽ അത് ഭയങ്കര സീനാവും. അതുകൊണ്ട് അങ്കിൾ തന്നെ വന്നാൽ മതി. അങ്കിള് വരില്ലേ അങ്കിളെ? അങ്കിളെ, അതിലെന്റെ കരളിന്റെ നിറവും സുഗന്ധവും അമ്മ, ഇച്ചിരി കഞ്ഞിന്റെ വെള്ളം കേൾക്കമ്മ. നിന്റെ മക്കളിൽ ഞാൻ